സാധാരണഗതിയിൽ ഈ ഒരു 12 വയസ്സിന് താഴെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളെ ഒരു പരിധിവരെ നമ്മുടെ ക്യാരക്ടറിന്റെ സ്ക്രിപ്റ്റാണ് നമുക്ക് പറയാം. അപ്പോൾ കുട്ടിക്കാലത്ത് ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ അതാണ് ഈ സൈക്കോ അനാലിസിസിലും ഹിപ്നോസിസിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് ആ രീതിയിൽ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ പ്രൊജക്റ്റ് ചെയ്യും. ഒരു സാധാരണ ഒരു മനുഷ്യൻ വളരെ പാവ ഒരു മനുഷ്യൻ ഒരു കൊമ്പം മീശയൊക്കെ വെച്ചുകൊണ്ട് പോയാലും ചിലപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് അയാളെ ഭയങ്കര പേടിയായിരിക്കും. അയാൾ എത്ര നിരുപദ്രവകാരിയായിരിക്കും. കാരണം അന്നത്തെ നമ്മുടെ ഇമേജിൽ അയാൾ വേറെന്തോ ആണ്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ശരിയണമെന്നില്ല. പക്ഷെ ചില ആളുകളിൽ ഇത് വളരെ ഡീപ്പായിട്ട് ചെറുതിലെയുള്ള ചില അനുഭവങ്ങൾ, ട്രാമാസ് അതൊക്കെ ബാധിക്കും. അതൊരു റീസണാണ്. കുറെ കൂടി ഡീപ്പർ ലെവൽ റീസൺസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിലെ കർമ്മ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് കർമ്മ തിയറി ആൻഡ് പാസ്റ്റ് ലൈഫ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ റീസൺ ഇല്ലാത്ത ചില ഭയം നമുക്ക് ചെറുതിലെ തൊട്ടേ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇപ്പോൾ പാസ്റ്റ് റിഗ്രഷൻ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ കോട്ടയത്ത് നിന്നൊരു മനുഷ്യൻ മരിക്കുമെന്നും അയാൾക്ക് തീയെ പേടിയായിരുന്നു, തീ. അപ്പൊ തീയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു അനുഭവം അയാളുടെ ജീവിതത്തിലില്ല. അങ്ങനെ പറഞ്ഞ് നമ്മുടെ റിഗ്രഷനിലോട്ട് പോയി. വാസ്തവത്തിൽ അയാള് അത് കഴിഞ്ഞ് കുറെ നേരം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞ് അയാള് തമിഴില്, അതായത് അതിന്റെ മീനിങ് ഇതാണ്, എനിക്ക് തമിഴ് അറിയില്ല അതുകൊണ്ട്, പക്ഷെ അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായതനുസരിച്ചാണെങ്കിൽ അയാൾ ഒരു കുടിലകത്ത് അയാള് തീയിൽപ്പെട്ട് വെന്ത് മരിക്കുന്ന ഒരാൾ കിടന്ന് വിളിക്കുന്നത് പോലെയുള്ള ശബ്ദവും അങ്ങനെ അയാൾ മരിച്ചു പോയതായിട്ടുള്ള ഒരു അനുഭവമാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇതിനുശേഷം അയാൾ അതിൽ നിന്ന് ഉണർന്ന് ഇതിനെക്കുറിച്ച് പകുതിയായിട്ട് ഓർമ്മയില്ല അയാൾ എന്താ പറഞ്ഞത്. പക്ഷെ ടി വിയിൽ ഒരു തീ കത്തുന്ന ദൃശ്യം കണ്ടാൽ പോലും പേടിച്ച് സ്ക്രീൻ ചെയ്തുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ അയാളുടെ ഒരു 50% ഫിയർ, പൂർണ്ണമായിട്ടില്ല, ഒരു 50% പേടി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫീഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ ന്യൂറോൺസിനകത്ത് ന്യൂറോട്ടിക് മിസറി ആയിട്ട് അത് ആ ന്യൂറോട്ടിക് മിസറി എന്നുള്ളതിനെ ഒരു നോർമൽ ഫിയർ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ പാസ്റ്റ് റിഗ്രഷൻ പോലെയോ ഹിപ്നോസിസ് പോലുള്ള കാര്യങ്ങളോട്. അപ്പൊ ഫിയറിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു അനുഭവം, ഒരു ദുരന്തമായ അല്ലെങ്കിൽ ഒരു ട്രാജിക് അനുഭവം നമുക്ക് റിലേറ്റഡ് ആയിട്ട് കൈ കൊണ്ടുവച്ച് പൊള്ളി, പിന്നെ അതിനോടൊരു പേടി വരില്ലേ? അങ്ങനെ അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇപ്പൊ സിറ്റുവേഷൻ വൈസ് ഉണ്ടാവാം, ജനറ്റിക്കൽ വൈസ് ഉണ്ടാവാം, അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ കർമ്മ സംസ്കാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഏതൊക്കെ വളരെയേറെ ഇംപ്രിൻസ് നമ്മുടെ അത്രയും മുദ്ര ചാർത്തി എന്നൊക്കെ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു പേടിയായിട്ട് വരാം. ഒരു അമ്മയ്ക്ക്, അതായത് ഒരു സ്ത്രീ അവര് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 9ാം മാസമോ 8ാം മാസമോ അവര് കിടന്നുറങ്ങുമ്പോൾ അതിശക്തമായ രീതിയിൽ ഒരു ഇടി വെട്ടി ഇവര് ഭയങ്കരമായി പേടിച്ച് ഞെട്ടി ഉണർന്നു. ആ കുഞ്ഞിന് ആക്ച്വലി ജനിച്ച കാലത്തുണ്ട് ഒരുപാട് വളർന്ന് വലുതായ ശേഷം എല്ലാം ഇതിന് ശബ്ദം കേട്ടാൽ മതി ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് പേടിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് റീസൺസ് ഇതിനകത്തുണ്ട്. ഈ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കുക. ഇപ്പം മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഇതിന് ഈ പറഞ്ഞ സൈക്കോ അനാലിസിസ് അഥവാ ഹിപ്നോസിസ് എന്ന് പറയുന്നത് നല്ലൊരു പോം വഴിയാണ്. പിന്നെ മറ്റൊന്ന്, നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് നമുക്ക് CBT എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. ഏതൊരു പേടിയെയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യുക, അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫ്ലഡിങ് എന്നൊക്കെ പറഞ്ഞ തെറാപ്പിയിൽ പല മാർഗങ്ങളുണ്ട്. ഇത് ഒത്തിരി കേസസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് മാറുന്ന പേടികളുമുണ്ട്, ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഫിയർ, അങ്ങനെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ പല ഭയവും നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാം. അതിനൊരു സിമ്പിൾ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണ ശാഖയും നമ്മൾ പറയും. അതുപോലെ ഫെമിലിയാരിറ്റി, ഏതൊരു പേടിയുള്ള കാര്യവും കൂടുതൽ ഫെമിലിയർ ആകുമ്പോൾ അതൊരു നോർമൽ കാര്യമായിട്ട് മാറും. അതിനുണ്ടായിരുന്ന പേടി പിന്നെ അങ്ങനെ അത്ര കാര്യമില്ല. അതിനെ ഫേസ് ചെയ്യിക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കുക, അതിനെ ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള
കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് ഇതൊരു വലിയ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂറോട്ടിക് പ്രോബ്ലം അല്ല വാസ്തവത്തിൽ പേടി എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്.